മുസ്ലിം ലീഗിന് വീണ്ടും ചൂണ്ടയിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. യഥാർത്ഥ മതനിരപേക്ഷ പാർട്ടികൾക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയുമോ എന്ന് മുസ്ലിം ലീഗിനെ പോലെയുള്ള പാർട്ടികൾ ആലോചിക്കണമെന്ന് പിണറായി വിജയൻ പറയുന്നു. പല സംസ്ഥാനങ്ങളിലും BJP അധികാരത്തിലെത്തിച്ചത് കോൺഗ്രസാണ്. ഇല്ലാത്ത ശക്തി ഉണ്ടെന്ന് കാട്ടി മതനിരപേക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നു. കോൺഗ്രസിന്റെ വാക്കൊരു വഴിക്കും പ്രവൃത്തി മറ്റൊരു വഴിക്കുമാണെന്നും CPIM സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ പിണറായി വിജയൻ വിമർശിക്കുന്നു. സെയ്ഫ് സൈൻലാബ്ദീൻ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത്. സെയ്ഫ്, എന്താണ് ഈ ലേഖനത്തിൽ പിണറായി വിജയൻ പുതുതായി മുന്നോട്ട് വെക്കുന്നത്? വിശാദ്, CPM-ന്റെ സംസ്ഥാന സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ട് തലേ ദിവസമാണ് മുഖ്യമന്ത്രിയുടെ ഈ ലേഖനം വന്നത് എന്നുള്ളതാണ് ഇതിന്റെ രാഷ്ട്രീയ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്. കോൺഗ്രസിനെ വലിയ രീതിയിൽ കടന്നാക്രമിക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോൺഗ്രസുമായി ഏത് തരത്തിലുള്ള സഹകരണം വേണമെന്ന് മധുരയിൽ ഏപ്രിലിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസാണ് തീരുമാനമെടുക്കേണ്ടത്. കോൺഗ്രസിനോടുള്ള നയസമീപനം ഒരു മൃദു സമീപനമാക്കി യെച്ചൂരി തീരുമാനിക്കുകയും അത് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് അംഗീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനോട് CPM-ലെ കേരള ഘടകത്തിന് വലിയ അനുകൂല നിലപാട് ഏതെങ്കിലും ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അവർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനെ ആ രീതിയിൽ സമീപിക്കേണ്ടതില്ല, അവരോടൊരു മൃദു സമീപനം വേണ്ട എന്നുള്ള ലൈനായിരുന്നു കേരളത്തിലെ പാർട്ടി സ്വീകരിച്ചു വന്നത്. ആ ലൈനിലേക്ക് പാർട്ടി കോൺഗ്രസിനെ കൂടി എത്തിച്ചേർക്കുക, CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടാകുന്ന വിമർശനങ്ങളെ ആ ലൈനിന്റെ പാതയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി ലേഖനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വേണം നമുക്ക് രാഷ്ട്രീയമായി മനസ്സിലാക്കിയെടുക്കാൻ. മുഖ്യമന്ത്രി കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങളാണ് കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്നത്. രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കേന്ദ്രത്തിനെതിരെ വലിയ കർഷക രോഷമാണ് ഉയർന്നു വന്നത്. ഇത് BJP-ക്കെതിരെ പ്രതിഫലിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും അവിടങ്ങളിൽ അധികാരത്തിൽ എത്താൻ BJP വീണ്ടും അധികാരത്തിലെത്തിയത് കോൺഗ്രസിന്റെ നയം മൂലമാണെന്നാണ് മുഖ്യമന്ത്രി വിമർശിക്കുന്നത്. ഇല്ലാത്ത ശക്തി ഉണ്ടെന്ന് കാട്ടി മതനിരപേക്ഷ വോട്ടുകൾ ഭിന്നിപ്പിച്ചു. BJP എതിർക്കുന്ന മറ്റ് പ്രതിപക്ഷ പാർട്ടികളോട് കോൺഗ്രസിന് ഒരു തരത്തിലുള്ള അനുകൂല സമീപനവുമില്ല, ധാർഷ്ട്യം നിറഞ്ഞ സമീപനമാണ് ആ പാർട്ടികളോട് സ്വീകരിക്കുന്നത്. 2015-ലും 2020-ലും ഡൽഹിയിൽ ഒരു സീറ്റ് പോലും കിട്ടാഞ്ഞിട്ടും ആം ആദ്മി പാർട്ടിയെ തോൽപ്പിക്കുക എന്നതായിരുന്നു കോൺഗ്രസിന്റെ ഇത്തവണത്തെ ലക്ഷ്യം. കോൺഗ്രസിന്റെ വാക്ക് ഒരു വഴിക്കും കോൺഗ്രസിന്റെ പ്രവൃത്തി മറ്റൊരു വഴിക്കും ആണ്. യഥാർത്ഥ മതനിരപേക്ഷ പാർട്ടികൾ കോൺഗ്രസിനെ വിശ്വസിക്കാനാകുമോ? മുസ്ലിം ലീഗ് പോലെയുള്ള പാർട്ടികൾ അത് ആലോചിക്കണം എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. അത് ആലോചിക്കണം എന്ന് പറയുമ്പോൾ അങ്ങനെ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പാർട്ടിയെ ഇടതുമുന്നണിയുടെ ഭാഗമാക്കി മാറ്റുക അങ്ങ് തുടങ്ങിയ രാഷ്ട്രീയ ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടാകേണ്ട ചർച്ചകളുടെ ഒരു സ്വഭാവം, കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ ഒരു സ്വഭാവം എങ്ങനെ വേണം എന്ന് പാർട്ടി കേഡർമാരോടും സമ്മേളന പ്രതിനിധികളോടും മുഖ്യമന്ത്രി പറയാതെ പറഞ്ഞു വെക്കുക കൂടിയാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇപ്പോൾ അദ്ദേഹം കൊല്ലത്താണുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം നമുക്ക് വിവിധ വിഷയങ്ങളിൽ നോക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ പ്രതികരിക്കുന്നു. സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ദേശാഭിമാനി ദിനപത്രത്തിൽ മുഖ്യമന്ത്രി എഴുതിയ ലേഖനത്തിന്റെ വിവരങ്ങളാണ് സെയ്ഫ് പങ്കുവച്ചത്.